ബാർകോഡ് നമുക്കറിയാം. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഒരു ബില്ലിംഗ് ടാഗിൽ ഒരു ബാർകോഡ് ഉണ്ടാവും. ഒരു വെള്ളയും ബ്ലാക്കും പ്രതലങ്ങളുള്ള ഈ ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ് സാധാരണ എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാ ഷോപ്പിലും ബില്ലിംഗ് നടക്കുന്നത്. എങ്ങനെയാണ് ബാർകോഡ് സ്കാനിങ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ടെക്നോളജി? ഒരു ബാർകോഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 തിങ്സ് ആണ് വേണ്ടത്. 1 ബാർകോഡ്, 2 ബാർകോഡ് സ്കാനർ, 3 ബാർകോഡ് ഡേറ്റാബേസ്. നമ്മളൊരു ബാർകോഡ് സ്കാനർ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഈ സ്കാനർ ഒരു ലൈറ്റ് ബീം ഈ ബാർകോഡിലോട്ട് കടത്തി വിടുകയും ഇതിലുള്ള ബ്ലാക്ക് പ്രതലങ്ങൾ ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും, വൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റിനെ സ്കാനർ അബ്സോർബ് ചെയ്തിട്ട് ഇത് നമ്മുടെ ഡാറ്റാബേസിലോട്ട് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെൻഡ് ചെയ്യുന്നതിന് മുമ്പേ ഇതിനെ ഈ ലൈറ്റിനെ ഡീകോഡ് ചെയ്തിട്ട് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഇൻഫർമേഷനാണ് നമ്മുടെ ഡാറ്റാബേസിലോട്ട് സെൻഡ് ചെയ്യുന്നത്. ഈ ഡാറ്റാബേസിലോട്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ഇൻഫർമേഷൻ, അതായത് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ഡാറ്റാബേസിൽ മാച്ച് ചെയ്യും. അതിലുള്ള ഇൻഫർമേഷൻ, അതായത് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ, പ്രൈസ്, എല്ലാ ഇൻഫർമേഷനും നമ്മൾ ബില്ലിംഗ് സോഫ്റ്റ്വെയറിലോട്ട് വരികയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു ബാർകോഡ് സ്കാനിങ് വർക്ക് ചെയ്യുന്നത്.